Hello guys, welcome to another investment presentation from Sigma Associates. അപ്പോൾ ഇതൊന്നും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള കോൺക്രീറ്റ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഫാക്ടറിയാണ് കാലിക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഒരു ബിറ്റ്വീൻ 10 and 15 lakhs ഉള്ള ഒരു 3 to 4 ഇൻവെസ്റ്റ്മെൻറ്റ് വരെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. വളരെ ബേസിക് മെറ്റീരിയൽ ആയതുകൊണ്ട് വളരെ നല്ലൊരു മാർക്കറ്റ് ഇതിനുണ്ട്. അതോട് കൂടാതെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ ആയിട്ടുള്ള അസറ്റ്സിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏറെക്കാലം നിൽക്കും. അങ്ങനെ വളരെ സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. അപ്പോൾ നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് നോക്കാം. അപ്പോൾ ഈ പ്രസൻറ്റേഷന് നമ്മൾ 3-4 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഈ ഫാക്ടറിയിലെ ഡിഫറെൻറ്റ് ഫെസിലിറ്റീസിലൂടെ ഉള്ളൊരു വാക്ക് ത്രൂ ആണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. തേർഡ് പാർട്ട് അതിൻ്റെ പ്രൊഡക്ട്സിലോട്ട് ഫോക്കസ് ചെയ്യുന്നു. ഫോർത്ത് പാർട്ട് എന്ന് പറഞ്ഞാൽ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഫർദർ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാക്ടറിൻ്റെ ഒരു ജനറൽ വാക്ക് ത്രൂ ആണ്. ഇപ്പോൾ ഇതൊരു 50+ സെൻസ് ലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഫാക്ടറിയാണ്. ഹൈവേ വളരെ അടുത്താണ്. അതോടൊപ്പം തന്നെ ഹൈവേയിലോട്ടുള്ള വളരെ ഈസി ആക്സസും ഈ ഫാക്ടറിന് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ മെറ്റീരിയൽസൊക്കെ സ്റ്റാക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൂടാതെ മാർക്കറ്റ് ചെയ്യാനും ഒക്കെയുള്ള വേറെ ഒരുപാട് ഫെസിലിറ്റീസും ഈ ഫാക്ടറിയിലുണ്ട്. അപ്പോൾ ഈ ഫാക്ടറിയുടെ ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസ്ഡ് ഫ്ലോർ ഏരിയ 4000+ സ്ക്വയർ ഫീറ്റ് ആണ്. അതിൽ അറൗണ്ട് 3000 സ്ക്വയർ ഫീറ്റും ഇതിലെ പ്രൊഡക്ഷനും അനുബന്ധമായിട്ടുള്ള ഏരിയാസാണ്. ബാക്കിയുള്ളതൊക്കെ റൂംസാണ്. അതിൽ ഫസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ ഓഫീസ് റൂമാണ്. ഇത് നല്ല രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടുത്തെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജനറലായിട്ടുള്ള ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റിങ്ങൊക്കെ ചെയ്യാനുള്ളൊരു ഏരിയ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു റിസപ്ഷനുമായിട്ട് ആക്ട് ചെയ്യും. ക്ലയൻറ്റ്സ്, സപ്ലയേഴ്സ്, ഇൻവെസ്റ്റേഴ്സിനൊക്കെയുള്ള ഒരു റിസപ്ഷൻ ഏരിയ ആണത്, ഓഫീസ് ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് ഉള്ള രീതിയിലൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്തൊക്കെ രീതിയിലാണത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഫെസിലിറ്റീൻ്റെ ഏറ്റവും വലിയ വാല്യൂ ആഡിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ലാബാണ്. ഈ ലാബിൽ പ്രധാനമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള എല്ലാതരം ഇൻസ്ട്രുമെൻസും ഇതിൻ്റെ അതുണ്ട്. അപ്പം നമ്മുടെ ഫാക്ടറീൻ്റെ ഒരു വാല്യൂ ആഡിങ് പോയിൻ്റ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ഇതേപോലുള്ള ഫെസിലിറ്റീസുമായിട്ട് ഡിഫറെൻ്റ് ആക്കുന്ന ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും ക്വാളിറ്റി ചെക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് അതിൻ്റെ കൂടെ കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു വിശ്വാസ്യത വർദ്ധിപ്പിക്കും. അതാണ് ഇതിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ലാബിൽ രണ്ടാമതായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഈ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയും അത് ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ അത് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ പുതുതായിട്ടുള്ള ഓരോ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അതിനനുബന്ധിച്ചുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഉള്ള രീതിയിലുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മാക്സിമം വാല്യൂ ആഡിങ് പോയിൻ്റായിട്ട് ഈ ലാബ് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ലാബിൽ ഒരു കമ്പ്യൂട്ടർ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഫെസിലിറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഇതുപോലെ ടെൻഡറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ഓഫീസായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ഡിസൈൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഈ ഫെസിലിറ്റീസ് തന്നെ ചെയ്യാനും പറ്റും. അങ്ങനെ ആക്ടിവിറ്റിയും കൂടെ ഈ ലാബിൽ നടക്കുന്നുണ്ട്. അടുത്ത റൂം എന്ന് പറഞ്ഞാൽ ഒരു ലേബർ അക്കോമഡേഷനാണ്. അപ്പം ഈ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ലേബേഴ്സിനെയും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അസോസിയേറ്റഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ലേബേഴ്സിന് ഇവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയിൻഡ് വർക്ക് ഫോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ്. അതുപോലെ കുറേ കോസ്റ്റ് റിഡക്ഷൻസും അസോസിയേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് റിഡക്ഷൻസും അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലേബർ ക്വാർട്ടേഴ്സ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ലേബർ അക്കോമഡേഷൻ്റെ അടുത്തായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സ്റ്റോറേജസ് റൂമാണ്. അപ്പോൾ സിമെൻറ്റ്, പെയിൻറ്റ്, അതേപോലെയുള്ള ഈ ഈർപ്പം തട്ടിയിൽ പോകുന്നു, അതേപോലെയുള്ള ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ എല്ലാതരം സേഫ്റ്റി മെഷേഴ്സും ഉണ്ട്. അതുപോലെ ഫയർ സിസ്റ്റംസ്, അതുപോലെ ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം, ഫയർ അലാറം സിസ്റ്റം. അപ്പോൾ വളരെ സേഫായിട്ട് ഇവിടെ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫാക്ടറിയുടെ വാല്യൂ ആഡിങ് പോയിൻ്റാണ്. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു കിച്ചൺ സ്പേസാണ്. ഇവിടുത്തെ വർക്കേഴ്സിനൊക്കെ ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ അസോസിയേറ്റഡായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാഫിനും വർക്കേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു ഏരിയയാണ്. അപ്പം ഇത്രയും കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു വെർച്വൽ റിയാലിറ്റി പ്രസൻറ്റേഷൻ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ വൺസ് ഫെസിലിറ്റി
പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെയാണ് പണി ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബേസിക്കലി ഈ ഫെസിലിറ്റീൻ്റെ മാക്സിമം സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഫ്ലോറും സ്റ്റാക്കിംഗ് ഏരിയയും അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയയാണ്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് ഇതിനാവശ്യമായിട്ടുള്ള ലോറീസ് പാർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ വെഹിക്കിൾസ് പാർക്ക് ചെയ്യാനുള്ള ഏരിയയും അതോടൊപ്പം തന്നെ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് മെറ്റീരിയൽ ഇവിടെ സ്റ്റാക്ക് ചെയ്യാനുള്ള ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യാർഡ് എന്നുള്ള വ്യൂ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ ഫ്ലോർ എന്ന് പറയുന്നത്. ഇതിൽ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ ഈ എഗ് ലേയിങ് ടൈപ്പ് മെഷീനാണ്. ഇത് വെച്ച് ബ്ലോക്സും ടൈൽസും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ പർപ്പസ് മെഷീനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജിഗ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ വേറെ 2-3 ടൈപ്പ് പ്രൊഡക്ഷൻ മെഷീൻസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൈമറി പർപ്പസ് യൂസ് ചെയ്യുന്ന മെഷീൻ ഇത് തന്നെയാണ്. ഈ എഗ് ലേയിങ് ടൈപ്പ് മെഷീൻ തന്നെയാണ്. ബ്ലോക്സിൻ്റെ കാര്യത്തിലായാലും ശരി ടൈൽസിൻ്റെ കാര്യത്തിലായാലും ശരി. ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ ഏകദേശം ഇത്രയും വരും. ഇത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്ത് സ്റ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർഡറിനനുസരിച്ച് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാക്കിംഗ് ഏരിയയിലോട്ട് മാറ്റിയിട്ട് ഇതേപോലെ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെയധികമാണ്. ഒരുപാട് കാലം ഇത് സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ മെറ്റീരിയലാണ്. തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് സ്റ്റാക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ കവേർഡ് ഏരിയയുടെ അകത്താണെങ്കിൽ. പുറത്ത് വെച്ച് സ്റ്റാക്ക് ചെയ്യുകയാണെങ്കിൽ മഴ പെയ്തിട്ട് പായൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതും ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ വളരെ സേഫ് ആക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ബേസിക് മെറ്റീരിയലാണ്. അതുകൂടാതെ ഇതിൻ്റെ വരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഒരു സോളിഡ് ഇമ്മൂവബിൾ അസറ്റ്സിലോട്ടാണ് വരുന്നത്. ചീത്തയായി പോകുന്നില്ല. ഡൗൺ ദ ലൈൻ ആ പടം മാറുന്നത് ഈ മെഷീനറീസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടും വളരെയധികം ലോങ് ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് എറ്റേണൽ ഷെൽഫ് ലൈഫുള്ള മെറ്റീരിയൽസാണ് ഈ ഫാക്ടറി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുപോലെ ഈ കാണുന്ന പറഞ്ഞാൽ ബൾക്ക് മെറ്റീരിയൽ സ്റ്റോറേജ് ഏരിയയാണ്. അതായത് നോൺ പെരിഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഇതുപോലെ അഗ്രിഗേറ്റ്സ് അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയയാണ് ഇത് ഈ കാണുന്നത്. ഇതെന്ന് പറയുന്നത് മിക്സിംഗ് ഏരിയയാണ്. ഇവിടെ നിന്നാണ് മിക്സ് ചെയ്യുന്നത്. ഇത് മിക്സിംഗ് മെഷീനാണ്. ഇതും ജനറൽ പർപ്പസ് മെഷീനാണ്. എല്ലാ സ്പെക്ട്രം പ്രോഡക്ട്സും ഇതേ മെഷീനിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ ഒരു സ്റ്റാൻഡ് ബൈ ജനറേറ്റർ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വെഹിക്കിൾസ് എല്ലാം ഉണ്ട്. അപ്പം വളരെ എഫിഷ്യൻ്റായിട്ട് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എൻ്റെ യൂസിന് എത്തിക്കാൻ പറ്റിയൊരു ഫെസിലിറ്റിയാണിത്. വളരെയധികം ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ്. അതോടൊപ്പം തന്നെ വളരെ ബേസിക് മെറ്റീരിയലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നൈറ്റ് വർക്കിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. കറസ്പോണ്ടിങ് അല്ല നൈറ്റ് വർക്കിന് വേണ്ടി വന്നാൽ ഇതേപോലുള്ള നൈറ്റ് പ്രൊഡക്ഷൻ വെക്കാൻ വേണ്ടിയുള്ള ലാമ്പ് കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതേപോലൊരു ഫെസിലിറ്റി വെച്ച് എക്സ്റ്റൻഡഡ് സർവീസുകൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ഫെസിലിറ്റീൻ്റെ മെയിൻ പ്രൊഡ്യൂസിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ടൈൽസാണ്. അപ്പോൾ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ടൈൽ ലേയിങ് സർവീസുകളും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ ബ്ലോക്ക് ലേയിങ്ങും അതുപോലെ സിമെൻറ്റ് ആൻഡ് പ്ലാസ്റ്റർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഒരു എക്സലൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ സേഫാണ്. അപ്പോൾ ഈ പ്രൊപ്പോസ്ഡ് ഫെസിലിറ്റി വരുന്ന ലാൻഡ് ഇവിടെയാണ്. ഇത് ഒരു 50+ സെൻസ് ലാൻഡാണ്. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ലാൻഡാണ്. കരഭൂമിയാണ്. അതോടൊപ്പം തന്നെ ഹൈവേ വളരെ അടുത്ത് തന്നെയാണ്. അപ്പം എല്ലാ രീതിയിലുള്ള സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പരിഗണന ഇതിന് കിട്ടും. അതോടൊപ്പം തന്നെ അതിൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ദേശീയപാത 66 പൺവേൽ കൊച്ചി കന്യാകുമാരി ഹൈവേയുടെ സൈഡിലാണ്. ഇത് പൊൽക്കാവ് ഏരിയയിലാണ് വരുന്നത്. ഹൈവേയുടെ വളരെ സൈഡിൽ തന്നെയാണ് ഈ സാധനം വരുന്നത്. വളരെ കൺവീനിയൻ്റ്ലി accessible ആണ്. അപ്പോൾ ഈ ഫാക്ടറിയുടെ മെയിൻ പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ ഇൻ്റർലോക്ക് ടൈലുകൾ, അതോടൊപ്പം തന്നെ സിമെൻറ്റ് ടൈലുകൾ, ഹോളോ ബ്ലോക്സ് പല ടൈപ്പ്, സോളിഡ് ബ്ലോക്സ് പല ടൈപ്പ്, അതുപോലെ ഡോർസ് ആൻഡ് വിൻഡോസ് ഫ്രെയിംസ്, അതുപോലെ വേറെ പല കോൺക്രീറ്റ് റിങ്സ് അതുപോലുള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അത്രയ്ക്കും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇമ്മൂവബിൾ ആയിട്ടുള്ള അസറ്റ്സിലോട്ടാണ് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് മെറ്റീരിയലാണ്. വളരെയധികം ഡിമാൻഡുള്ള മെറ്റീരിയലാണ്. അതോടൊപ്പം തന്നെ വളരെ ലോങ് ഷെൽഫ് ലൈഫുള്ള മെറ്റീരിയലാണ്. വളരെയധികം എഫക്റ്റീവായിട്ട് മാർക്കറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. അതുപോലെ കോമ്പറ്റീഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെയധികം ആഡഡ് അഡ്വാൻറ്റേജസ് ഉള്ള രീതിയിലുള്ള പ്രൊഡക്റ്റ്സാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ക്വാളിറ്റി ഗ്യാരണ്ടിയുള്ള നല്ല രീതിയിൽ പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ബേസിക്കായിട്ട് 3 ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. 15 lakhs ഈച്ച് ആയിട്ടുള്ള. ഇതിനെ പറ്റിയുള്ള ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ വെബ്സൈറ്റിലോട്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇതിനെ പറ്റിയുള്ള ഫർദർ ഇൻഫർമേഷൻ കിട്ടും. താങ്ക് യു.